എവ്രിവൺ, ഞാൻ ഭാഗ്യ, ലേൺവൈസിന്റെ സോഷ്യോളജി ഫാക്കൽറ്റി ആണ്. സോ BSOM 162 അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യൻ സൊസൈറ്റി ഈ ഒരു പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യൻ സൊസൈറ്റി എന്ന പേപ്പറിൽ ഏതൊക്കെ ബ്ലോക്സ് ആണ്, ഏതൊക്കെ യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളായിരിക്കും നോക്കുന്നത്. സോ ഒരു കോഴ്സ് ഇൻട്രൊഡക്ഷൻ സെഷനിലേക്ക് നമുക്ക് പോകാം. മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ്സ് ആയിട്ട്, 5 ബ്ലോക്സ് ആയിരിക്കും ഉള്ളത്. ഈ 5 ബ്ലോക്കിലായിട്ട് 12 യൂണിറ്റ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പം ഈ ഒരു യൂണിറ്റ്സ് ആയിക്കോട്ടെ, ബ്ലോക്ക് ആയിക്കോട്ടെ, ഫുൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടി, അപ്പൊ എന്തൊക്കെയാണ് കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ക്ലാസ് സിസ്റ്റം, ജെൻഡർ, റേഷ്യൽ പെർസ്പെക്ടീവ്സ്, ഇങ്ങനെയുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആയിരിക്കും ഈ ഒരു പേപ്പറിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇപ്പൊ കോഴ്സിന്റെ കാര്യം നോക്കുവാണെങ്കിലും 5 ബ്ലോക്സ് ഉണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു 5 ബ്ലോക്കിലായിട്ട് 12 യൂണിറ്റ്സ് ആയിട്ടുമാണ് വരുന്നത്. സോ ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ബ്ലോക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്ത്യ ആസ് എ പ്ലൂറൽ സൊസൈറ്റി. അതിൽ തന്നെ 2 യൂണിറ്റ്സ് വരുന്നുണ്ട്, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, പിന്നെ ചേഞ്ചിങ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ. ഇന്ത്യ ഒരു പ്ലൂറൽ സൊസൈറ്റി, ഒരു സിംഗുലർ അല്ല, ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യ ഒരു പ്ലൂറൽ സൊസൈറ്റി ആയിട്ട് എങ്ങനെ കാണാമെന്നായിരിക്കും ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 2 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ബ്ലോക്കാണ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രാക്ടീസസ്. ഒരു സ്ട്രക്ചർ ഇല്ലാതെ ഒരു സൊസൈറ്റി ഒരിക്കലും നിലനിൽക്കില്ല. അപ്പൊ ആ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കമ്പോണൻസ് ചേർന്നിട്ടാണ്, ഇപ്പൊ ട്രൈബ്, കാസ്റ്റ്, ക്ലാസ്, ഇതുപോലുള്ള കുറച്ച് കമ്പോണൻസ് ചേർന്നിട്ടാണ് സോഷ്യൽ സ്ട്രക്ചർ വരുന്നത്. സോ ഇന്ത്യൻ സൊസൈറ്റിയിലെ പ്രാക്ടീസസും സോഷ്യൽ സ്ട്രക്ചറും ആണ് സെക്കൻഡ് ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന യൂണിറ്റ്സ് ആണ് ട്രൈബ്, കാസ്റ്റ് ആൻഡ് ക്ലാസ്. ഇങ്ങനെ 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇനി ബ്ലോക്ക് 3 സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ചേഞ്ച്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എഡ്യൂക്കേഷൻ, ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, റിലീജിയൻ, ഇതെല്ലാം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്കൂൾ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് സൊസൈറ്റിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ് ഒരു യൂണിറ്റ് ഉണ്ട്. പിന്നെ റിലീജിയൻ എന്ന് പറഞ്ഞൊരു യൂണിറ്റും ആണ് തേർഡ് ബ്ലോക്കിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ബ്ലോക്ക് 4 സോഷ്യൽ ഐഡന്റിറ്റീസ് ആൻഡ് ചേഞ്ച്. അപ്പം അതില് നമ്മുടെ ഐഡന്റിറ്റി ആസ് എ ദളിത്, ആസ് അല്ലെങ്കിൽ നമ്മുടെ ഫീമെയിൽ ആണോ, മെയിൽ ആണോ, ട്രാൻസ്ജെൻഡർ ആണോ, അങ്ങനെയുള്ള ജെൻഡർ ഐഡന്റിഫിക്കേഷൻ, അല്ലെങ്കിൽ ഏത് കാസ്റ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഐഡന്റിഫിക്കേഷൻസിന്റെ കാര്യമുണ്ട്, ഏത് ട്രൈബിലാണ് വരുന്നത്. അപ്പം ആ ഒരു എത്നിക് മൂവ്മെന്റ്സ്, ട്രൈബ്സ്, ജെൻഡർ, ദളിത്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് സോഷ്യൽ ഐഡന്റിറ്റീസ് ആൻഡ് ചേഞ്ച് എന്ന് പറഞ്ഞ ബ്ലോക്ക്. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് ആണ് സ്റ്റേറ്റ്, സൊസൈറ്റി ആൻഡ് റിലിജൻ, കമ്മ്യൂണലിസം, സെക്യുലറിസം. ഈ 2 കാര്യങ്ങളായിരിക്കും ആ സ്റ്റേറ്റ്, സൊസൈറ്റി ആൻഡ് റിലിജനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 5 ബ്ലോക്ക് ആണുള്ളത്. 5 ബ്ലോക്കിലായിട്ട് 12 യൂണിറ്റ്സും ആണ് ഈ അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞ പേപ്പറിൽ വരുന്നത്. ഇനി നമുക്ക് ഓരോ ബ്ലോക്ക് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യ ആസ് എ പ്ലൂറൽ സൊസൈറ്റി. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഒന്നിലധികം എന്നാണ് അർത്ഥം. അപ്പം ഒരുപാടുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ്സ് നോക്കുവാണെങ്കിൽ തന്നെ 28 സ്റ്റേറ്റ്സ് ഉണ്ട്. അതുപോലെ യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. അപ്പൊ അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കൾച്ചറാണ്, ഓരോ ലാംഗ്വേജ് ആണ്, ഓരോ ടൈപ്പ് ഓഫ് ആൾക്കാരാണ്, കാണുന്നതിൽ വ്യത്യാസമുണ്ട്, അവരുടെ ഫുഡ് സിസ്റ്റത്തിൽ വ്യത്യാസമുണ്ട്, അങ്ങനെ ഓരോന്നിലും വ്യത്യാസമുണ്ട്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സൊസൈറ്റി ആണ്. അതാണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 2 യൂണിറ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ ആസ് എ ഒരു കൺട്രിയാണ്, ഒരു നേഷൻ ആണ്, ആ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൈവേഴ്സ് ആണ്. കേരളത്തിലുള്ള ഉള്ള പോലെ കൾച്ചർ അല്ല തമിഴ്നാട്. ഈവൻ കേരളത്തിലെ നോർത്തേൺ കേരളത്തിലുള്ള പോലുള്ള സദേൺ കേരളത്തിലുള്ള കൾച്ചർ, അങ്ങനെ തന്നെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ആ ഡിഫറൻസും ഡൈവേഴ്സിറ്റിയും വെറൈറ്റീസ് ഓഫ് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നു, മീനിങ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി. പിന്നെ ഫോംസ് ഓഫ് ഡൈവേഴ്സിറ്റി, അതായത് ലാംഗ്വേജിന്റെ ബേസിൽ ഡൈവേഴ്സിറ്റി വരും. ഓരോ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഓരോ ലാംഗ്വേജ് ആണ്. റേഷ്യൽ ഡൈവേഴ്സിറ്റി, ഇപ്പൊ ദ്രവീഡിയൻസ്, നോർത്ത് ഇന്ത്യൻസ്, അങ്ങനെ ആര്യൻസ്, അങ്ങനെ ഓരോ റേഷ്യൽ പെർസ്പെക്ടീവ്സ് വരുന്നുണ്ട്. അപ്പം റേഷ്യൽ ഡൈവേഴ്സിറ്റി, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, റിലീജിയസ് ഡൈവേഴ്സിറ്റി, കാസ്റ്റ് ഡൈവേഴ്സിറ്റി, ഇതൊക്കെ ആയിരിക്കും ഫോംസ് ഓഫ് ഡൈവേഴ്സിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ബോൺസ് ഓഫ് യൂണിറ്റി. അപ്പൊ ഡൈവേഴ്സിറ്റിയിൽ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇനി യൂണിറ്റിയുടെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ജിയോ പൊളിറ്റിക്കൽ യൂണിറ്റി, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പിൽഗ്രിമേജ്, ട്രഡീഷൻ ഓഫ് അക്കോമഡേഷൻ, ട്രഡീഷൻ ഓഫ് ഇന്ത്യ ഡിപെൻഡൻസ്. നമ്മൾ ആസ് ഇന്ത്യ ഒരു യൂണിറ്റ് ആയിട്ട്
നിലനിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കോമഡേറ്റ്. ഇപ്പോൾ ഒരാൾ വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഡൊമിനന്റ് കൾച്ചർ എന്ത് ചെയ്യും, അവർ അഡ്ജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ യൂണിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ഇന്ത്യ ഡിപെൻഡൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്, ഈ ഒരു കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ഇന്ത്യ. എന്താണ് ചേഞ്ച്, സോഷ്യൽ ചേഞ്ച് എന്താണെന്നുള്ള ഒരു ആസ്പെക്ടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. പണ്ടത്തെ ട്രഡീഷനിൽ നിന്ന് ഇപ്പോൾ ഒരു മോഡേണിറ്റിയിലേക്ക് വന്നൊരു ചേഞ്ച് ഉണ്ടല്ലോ, അതിന്റെ ഫാക്ടേഴ്സ്, അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ ആയിരിക്കും ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് മീനിങ് ആൻഡ് നേച്ചർ ഓഫ് സോഷ്യൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ സോഷ്യൽ ചേഞ്ചിന്റെ 3 ആസ്പെക്ടുകളും അതിനെ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് നോക്കും. നെക്സ്റ്റ് സോഷ്യോളജിക്കൽ തിയറീസ്, അതായത് സോഷ്യൽ ചേഞ്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ചേഞ്ച്, ഡെവലപ്മെന്റ് മോഡേണൈസേഷനുമായിട്ടുള്ള റിലേറ്റഡ് തിയറീസ്, പിന്നെ സ്ട്രക്ചറൽ ചേഞ്ച്, കൾച്ചറൽ ചേഞ്ച്, അങ്ങനെ ഓരോ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം സാൻസ്ക്രിറ്റൈസേഷൻ പോലൊക്കെ ഉള്ളത് കൾച്ചറൽ ചേഞ്ച് ആണ്. എന്നാൽ ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ എന്ന് പറയുമ്പോൾ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങളാണ്. ആ ഒരു ഡിഫറൻസസ് ഒക്കെ നോക്കിയായിരിക്കും ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യുന്നത്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ചേഞ്ച് ഇൻ ഇന്ത്യ. ഓക്കെ, സോഷ്യൽ ചേഞ്ച് വന്നു, ഇനി ഇന്ത്യയിൽ എന്തൊക്കെ ചേഞ്ച് ആണ് ഉണ്ടായിരിക്കുന്നത്, അതിപ്പം എന്തൊക്കെ ചേഞ്ചിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഏതാണ്, ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ്, അർബനൈസേഷൻ, പിന്നെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ആ ഒരു കാര്യം, മാസ് മീഡിയയുടെ ഇമ്പോർട്ടൻസ്, ICT അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ്, സോഷ്യൽ മൂവ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെയായിരിക്കും ഇന്ത്യയിൽ നടന്ന ചേഞ്ചസിന് കാരണമായിട്ടുള്ളത്. പിന്നെ അതിൽ വന്നിട്ടുള്ള വെല്ലുവിളികൾ എന്താണ്, എന്തൊക്കെ റിയാക്ഷൻസ് ആൻഡ് റെസ്പോൺസ് ആണ് ഉണ്ടായിട്ടുള്ളത്, ഇപ്പൊ റൂറൽ ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, അർബൻ സ്പേസിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നും കൂടെ നോക്കുന്നുണ്ട്. അപ്പൊ ചേഞ്ച്, എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്, അത് കാരണം എന്തൊക്കെ വെല്ലുവിളികളോ അല്ലെങ്കിൽ റെസ്പോൺസ്, പോസിറ്റീവ്സും നെഗറ്റീവ്സും ആണ് വന്നിരിക്കുന്നത് എന്നും ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യും. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് ആണ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് പ്രാക്ടീസസ്. അതിൽ യൂണിറ്റ് 3, 4 ആൻഡ് 5 ആണ് വരുന്നത്. അതിൽ യൂണിറ്റ് 3 എന്ന് പറയുമ്പോൾ ട്രൈബ് ആണ്. എന്താണ് ട്രൈബ്, അവരുടെ പ്രത്യേകമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അവർക്ക് മാത്രമായിട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. കോമൺ ടെറിട്ടറി അല്ലെങ്കിൽ കോമൺ ലാംഗ്വേജ്, അവരങ്ങനെ കൂടുതൽ സ്റ്റേറ്റ് സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്ന അങ്ങനൊന്നുമില്ല. അങ്ങനെ കുറച്ച് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള, അതായത് സ്പെഷ്യൽ ആയിട്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫീച്ചേഴ്സ് ഉണ്ട്, അത് നമ്മൾ നോക്കും. പിന്നെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ട്രൈബ്സ് ഇൻ സെൻട്രൽ ഇന്ത്യ. സെൻട്രൽ ഇന്ത്യയിലാണ് ഒരുപാട് ട്രൈബ്സ് ഉള്ളത്. അപ്പം അവിടുത്തെ ആ ഒരു അവരുടെ ഏതൊക്കെ രീതിയിലാണ് അവരുടെ ജീവിത മാർഗം എന്തൊക്കെയാണ്, ലാൻഡ് ലോസ്, ലാൻഡ് ഏലിയനേഷൻ, അവരുടെ പോളിസി, അഗ്രേറിയൻ പോളിസി, മെയിൻ സ്ട്രീമിലേക്കുള്ള അവർ വരുന്നതിനുള്ള തടസ്സങ്ങൾ എന്താണ്, അവർക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടോ, ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ട്രൈബ്സ് ആൻഡ് ഫോറസ്റ്റ്, ലോസ് ഓഫ് ലാൻഡ് ആൻഡ് ലിവ്ലിഹുഡ്. ഇപ്പം ഇൻഡിപെൻഡൻസിന് മുന്നും അതിന് ശേഷവും ഇവരുടെ സ്ഥലങ്ങളൊക്കെ ലാൻഡും അവരുടെ ജീവിത മാർഗങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. റെഗുലേഷൻസ് ആൻഡ് റെസിസ്റ്റൻസ്, ന്യൂ കൈൻഡ് ഓഫ് സ്ട്രഗിൾ ഓൺ ദ ഇഷ്യൂ ഓഫ് ലാൻഡ്. പിന്നെ ട്രൈബൽ അൺറെസ്റ്റ്, അതായത് അവർക്ക് ഇപ്പം ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ട്രൈബ്സിനെതിരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, മീൻസ് അവരെ ചൂഷണം ചെയ്യത്തില്ല, ചൂഷണം ചെയ്യുന്നതിനെതിരെ അവർ എന്തൊക്കെയാണ് റിയാക്ട് ചെയ്തേക്കുന്നത്, അതാണ് ട്രൈബൽ അൺറെസ്റ്റ് എന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ട്രൈബ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് കാസ്റ്റ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കാര്യമാണ്. മീൻസ് ഈ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ സൊസൈറ്റി വിത്തൗട്ട് കാസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഉപയോഗം ഇല്ലാത്തൊരു കാര്യമാണ്. കാസ്റ്റ് സിസ്റ്റം മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിൽ. അപ്പൊ മെയിൻലി നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം പറയുന്നുണ്ട്. അതിപ്പം ഇതിൽ നമ്മൾ പഠിക്കുന്നത് സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി, ഹൈറാർക്കി, റെസ്ട്രിക്ഷൻ ഓൺ ഫീഡിംഗ്, സിവിൽ ആൻഡ് റിലീജിയസ് ഡിസേബിലിറ്റീസ്, റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജ്, ലാക്ക് ഓഫ് അൺറെസ്ട്രിക്റ്റഡ് ചോയ്സ്, ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം അത് GS ഗുരെ, അതായത് ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി എന്നറിയപ്പെടുന്ന GS ഗുരയുടെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ്. അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് കൊടുത്തേക്കുന്നതാണ്. അതിന്റെ ബേസിലാണ് നമ്മൾ ഇതിൽ പഠിക്കാനും പോകുന്നത്. പിന്നെ കാസ്റ്റ്, ക്ലാസ്, ജഡ്ജ്മാനി സിസ്റ്റം പോലെയുള്ള തിയറിറ്റിക്കൽ അപ്രോച്ചസ് നോക്കുന്നുണ്ട്. പിന്നെ കാസ്റ്റും പൊളിറ്റിക്സും, പിന്നെ എങ്ങനെയൊക്കെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കാം എന്നുള്ള കാര്യങ്ങളും, ചേഞ്ച് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നുണ്ട്. സോ അതാണ് കാസ്റ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്ലാസ്, സോഷ്യൽ ക്ലാസ്സസ്, അതായത് ഇപ്പം മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, അങ്ങനെ പല ക്ലാസ് ഉണ്ട്. അപ്പം അതിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് നോക്കുന്നതാണ് ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോഷ്യൽ ക്ലാസ്സസ് ഏതൊക്കെയാണ്, ബ്രിട്ടീഷ് റൂളിന്റെ ഇമ്പാക്ട്, അത് അഗ്രികൾച്ചറിൽ വന്ന ചേഞ്ചസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, റെയിൽവേസ് വന്നു, പിന്നെ സ്റ്റേറ്റിലും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലുള്ള ചേഞ്ചസ്, അതൊക്കെയാണ് ബ്രിട്ടീഷ് റൂളിന്റെ ഇമ്പാക്ട് കാരണം വന്നിട്ടുള്ള ചേഞ്ചസ്. പിന്നെ അൺഈവൻ ഗ്രോത്ത് ഓഫ് സോഷ്യൽ ക്ലാസ്, സോഷ്യൽ ക്ലാസസിന്റെ ആ ഒരു മീൻസ് ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒരേ രീതിയിലല്ലാതെ ഭയങ്കര ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒട്ടുള്ള ഗ്രോത്തുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ട്, പോസിറ്റീവ് ഗ്രോത്ത് ഉണ്ട്. ആ ഒരു അൺഈവൻ ഗ്രോത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ റൂറൽ ഇന്ത്യയിലെ സോഷ്യൽ ക്ലാസ്, ലാൻഡ് ലോഡ്സ്, പെസന്റ് പ്രൊപ്പറൈറ്റേഴ്സ്, ടെനൻസ്, ലേബേഴ്സ്, ആർട്ടിസൻസ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അർബൻ ഇന്ത്യയിലാണെങ്കിലും കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ ക്ലാസ്സസ്, കോർപ്പറേറ്റ് സെക്ടർ, പ്രൊഫഷണൽ ക്ലാസ്സസ്, പെറ്റി ട്രേഡേഴ്സ്, വർക്കിംഗ് ക്ലാസ്സസ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അർബൻ ഇന്ത്യയിൽ, റൂറൽ ഇന്ത്യയിലെ ഓരോ സോഷ്യൽ ക്ലാസസിനെ പറ്റി 50 ഡിസ്കസ് ചെയ്യും.
ഇനി നെക്സ്റ്റ് ബ്ലോക്ക് 3 ആണ്. അതിൽ 2 യൂണിറ്റ് ആണ് വരുന്നത്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ചേഞ്ച്. അതിൽ 6th and 7th. 6th എന്ന് പറയുമ്പോൾ ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് മാരേജ് എന്ന് പറയുന്നത്. സോ ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, അത് എന്താണ് ഫാമിലി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്, ജോയിന്റ് ഫാമിലി ഉണ്ട്, പിന്നെ ന്യൂക്ലിയർ ജോയിന്റിന് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന കുറച്ച് കൈൻഡ് ഫാമിലീസ് ഉണ്ട്, പിന്നെ മാരേജ് സിസ്റ്റം എന്താണ്, അതിന്റെ ഡെഫിനിഷൻസ് എന്താണ്, ഇന്ത്യയിൽ എന്താണ് അതിന്റെ റൂൾസ്, ഓരോ ഫോംസ് ഏതൊക്കെയാണ്, ഇപ്പൊ മോണോഗമി ഉണ്ട്, പോളിഗമി ഉണ്ട്, അതിൽ തന്നെ പോളി ആൻഡ്രി ഉണ്ട്, പോളിജിനി ഉണ്ട്, പല ടൈപ്പ് ഓഫ് മാരേജസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പിന്നെ കിൻഷിപ്പ്, ആ ഒരു റിലേഷൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള സിഗ്നിഫിക്കൻസ് ഓഫ് കിൻഷിപ്പ്, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കിൻഷിപ്പ് നോക്കുന്നുണ്ട്. പിന്നെ ഡിസെന്റ് റൂൾ, ഇപ്പം ഹെറിറ്റേജ്, ഡിസെന്റ്, എങ്ങനെയാണ് ഒരാൾക്ക് പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ഇൻഹെറിറ്റൻസ് റൂൾസ് ഓഫ് റെസിഡൻസ്, പേട്രിയാർക്കി, മേട്രിയാർക്കി, ആരാണ് ഡോമിനന്റ്, ഫാദർ ആണോ ഡോമിനന്റ് എന്നാ പേട്രിയാർക്കി, മദർ ആണ് ഡോമിനന്റ് എങ്കിൽ മേട്രിയാർക്കി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഡിസൈഡ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ്. നെക്സ്റ്റ് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് റിലിജിയൻ എന്ന് പറയുന്നത്. റിലിജിയന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയാതെ തന്നെ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുക, ആ ഒരു ഇൻഫ്ലുവൻസും അതുമൊക്കെ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ സൊസൈറ്റിയിലെ റിലിജിയൻ എന്ന് പറയുന്നത്. അതിൽ ഡർക്കൈ, മാക്സ് ആൻഡ് വെബന്റെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വരുന്നുണ്ട് റിലിജിയനും സൊസൈറ്റിയും വെച്ചിട്ടുള്ളത്. അപ്പം പിന്നെ നെക്സ്റ്റ് വരുന്നത് ഓറിയന്റൽ ആൻഡ് ഇൻഡോളജിക്കൽ കൺസ്ട്രക്ഷൻസ് ഓഫ് റിലിജിയൻ ഇൻ ഇന്ത്യ. ഓറിയന്റൽ പെർസ്പെക്ടീവും ഇൻഡോളജിക്കൽ പെർസ്പെക്ടീവിനെ പറ്റി പറയുന്നത്, അതായത് വെസ്റ്റ് എങ്ങനെയാണ്, വെസ്റ്റേൺ സൊസൈറ്റി എങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റിയുടെ റിലിജിയനെ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ബുക്ക് വ്യൂ, അല്ലെങ്കിൽ എന്താണ് യുണീക്ക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്താണ് എന്നുള്ള ഇൻഡോളജിക്കൽ കൺസ്ട്രക്ഷൻസും വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ടും ഇന്ത്യയിലുള്ള റിലീജിയൻസ് ഹിന്ദുയിസം, ഇസ്ലാം, സിഖിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ബുദ്ധിസം, ഇത് ഇത്രയും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് 7th യൂണിറ്റിൽ. ഇനി 4th ബ്ലോക്ക് ആണ് സോഷ്യൽ ഐഡന്റിറ്റീസ് ആൻഡ് ചേഞ്ച്. അതിൽ 3 യൂണിറ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് ദളിത് മൂവ്മെന്റ്സ്. ദളിത് മൂവ്മെന്റ്സ് എന്താണ് ടേം ദളിത് എന്ന് പറഞ്ഞത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്തൊക്കെ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ആണ്, ബ്രാഹ്മണിക് ഹിന്ദുയിസം, പിന്നെ അതിനെ ബേസ് ചെയ്ത് വന്ന റിലീജിയസ് മൂവ്മെന്റ്സ്, ആ ഒരു ദളിത് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ നമ്മൾ അത് കവർ ചെയ്യും. പിന്നെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഉണ്ട്, റൈസ് ഓഫ് പ്രിന്റ് ആൻഡ് പബ്ലിക് സ്പേസ്, പിന്നെ ദളിത് ലീഡേഴ്സിനും അവിടെ ആ ഒരു ഫേസസ് ഓഫ് മൂവ്മെന്റ് നോക്കുന്നുണ്ട്. ജ്യോതിബ ഫുലെ, ഡോക്ടർ ബി ആർ അംബേദ്കർ, പെരിയാർ, പിന്നെ ദളിത് ബാന്തർ മൂവ്മെന്റ്, BSP മൂവ്മെന്റ്, മാസ് മൂവ്മെന്റ്സ്, ഇങ്ങനെയുള്ള കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ട്. അത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ആൻഡ് ദളിത് മൂവ്മെന്റ്സിന്റെ ഒരു ഓവർവ്യൂവും കൂടെ വെച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആവുന്നത്. നെക്സ്റ്റ് ജെൻഡർ ബേസ്ഡ് മൂവ്മെന്റ്. ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതറിയാതെ ഒരിക്കലും ഒരു സോഷ്യോളജിയും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. സെക്സ് ആൻഡ് ജെൻഡർ തമ്മിലുള്ള ഡിഫറൻസ് മസ്റ്റ് ആയിട്ട് നോക്കണം. പിന്നെ റോൾ ആൻഡ് സ്റ്റേറ്റസ്, ട്രഡീഷണൽ എക്സ്പെക്ടേഷൻ. ഇപ്പൊ സെക്സ് എന്ന് പറയുമ്പോൾ മെയിൽ ഫീമെയിൽ എന്ന് പറയാം, മെയിൽ ഫീമെയിൽ ഇന്റർസെക്സ്. ആൾക്കാരെ ഇപ്പൊ സെക്സ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ, മെയിലും ഫീമെയിലും എന്നേ പറയത്തുള്ളൂ. പക്ഷെ അല്ല, മെയിൽ ഫീമെയിൽ ഇന്റർസെക്സ് എന്ന് പറഞ്ഞൊരു സെക്സും വരുന്നുണ്ട്. പിന്നെ ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിൽ ഫീമെയിൽ മാത്രമല്ല, മാൻ വുമൺ മാത്രമല്ല, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കാറ്റഗറി വരുന്നുണ്ട്. അപ്പം ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുന്ന പോലെ ജെൻഡറും സെക്സ്വാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസും മനസ്സിലാക്കണം. ഇപ്പൊ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നതും ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന് സെക്ഷുവാലിറ്റി, ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഹെട്രോസെക്ഷൽ എന്ന് പറയുന്നത് ഒരു ജെൻഡർ അല്ല, അതൊരു സെക്ഷുവാലിറ്റി ആണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാൻ എന്ന് പറയുമ്പോൾ അതൊരു ജെൻഡർ ആണ്. അപ്പൊ സോ അങ്ങനെയുള്ള ഡിഫറൻസസ് ഒക്കെ മനസ്സിലാക്കണം. പിന്നെ വിമൻസ് മൂവ്മെന്റ് അതിന്റെ ഒരു വിമൻസ് മൂവ്മെന്റ് കോണ്ടെക്സ്റ്റ് വരുന്നുണ്ട്. ഫെമിനിൻ ക്യാമ്പയിൻസ് എന്താണ്, ഡൗറിക്ക് എഗെയിൻസ്റ്റ് ഉള്ളത്, പിന്നെ റേപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അജിറ്റേഷൻസ്, അതൊക്കെ മനസ്സിലാക്കണം. പിന്നെ ഗ്രോത്ത് ആൻഡ് മെച്യൂറിംഗ് ഓഫ് ദ മൂവ്മെന്റ്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ പോലെ LGBT+Q മൂവ്മെന്റ്സ്, ക്യൂർ എന്താണ്, അതിപ്പോ ലെസ്ബിയൻസ്, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ഇതെല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. ആൻഡ് വിമൻസ് മൂവ്മെന്റിന്റെ ചലഞ്ചസ് അത് ഇൻക്ലൂഡഡ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് 10 ട്രൈബൽ ആൻഡ് എത്നിക് മൂവ്മെന്റ്സ്. അതിൽ നമ്മൾ ട്രൈബൽ മൂവ്മെന്റ്സ് നോക്കും, എന്തായിരുന്നു അതിന്റെ നേച്ചർ, പിന്നെ എന്ത് കാരണമാണ് വന്നത്, ഏതൊക്കെ ഫേസസ്, ധമാ റിവോൾട്ട്, സാൻഡൽ റിവോൾട്ട്, ബർസ റിവോൾട്ട്, ഖെർവാർ മൂവ്മെന്റ്, ഭോക്ത മൂവ്മെന്റ്, മിഡ്നാപൂർ മൂവ്മെന്റ്, ഇങ്ങനെ ഇത്തരം മൂവ്മെന്റ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. അതിന്റെ ഇയർ വൈസും ഒക്കെ ഡിഫറെന്റ്ലി നമ്മൾ പഠിക്കുന്നതായിരിക്കും, ഡിഫറെന്റ് ഫേസസ് ഓഫ് ട്രൈബൽ മൂവ്മെന്റ്സിൽ. പിന്നെ ട്രൈബൽ മൂവ്മെന്റ്സിന്റെ ഫീച്ചേഴ്സ് എന്താണ്, എത്നിക് മൂവ്മെന്റ്സ് എന്താണ് എത്നിസിറ്റി, റേസും എത്നിസിറ്റി നമ്മളുടെ ഡിഫറൻസ് മനസ്സിലായിരിക്കണം. അതൊക്കെ നമ്മൾ നോക്കും. എത്നിക് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ എത്നിക് മൂവ്മെന്റ്സിന്റെ ഫാക്ടേഴ്സ്, ഏതൊക്കെ ടൈപ്പ്
ടൈപ്പ് ഓഫ് എത്നിക് മൂവ്മെന്റ്, എത്നിക് മെജോറിറ്റി മൂവ്മെന്റ് ഉണ്ട്, എത്നിക് മൈനോറിറ്റി മൂവ്മെന്റ് ഉണ്ട്, പിന്നെ മിക്സ്ഡ് മെജോറിറ്റി മൈനോറിറ്റി മൂവ്മെന്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് ആണ് സ്റ്റേറ്റ്, സൊസൈറ്റി ആൻഡ് റിലിജൻ. അതിലും 2 യൂണിറ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ഇസ് കമ്മ്യൂണലിസം. കമ്മ്യൂണലിസം എന്ന് പറയുമ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടി എല്ലാം ഫേവർ ചെയ്ത് കൊടുക്കുന്നത്, നമുക്ക് മലയാളത്തിൽ പറയുന്നത് വർഗീയത എന്നാണ് വരുന്നത്. സോ അതിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് നോക്കുന്നുണ്ട്. എന്താണ് ഇന്ത്യയിൽ ഇങ്ങനെ കമ്മ്യൂണലിസം വളർന്നു വരാനുള്ള കാരണം? കമ്മ്യൂണൽ റയോട്സ്, പിന്നെ അതിന്റെ കൊളോണിയൽ വ്യൂ പോയിന്റ്, നാഷണലിസ്റ്റ്, പിന്നെ സ്കോളേഴ്സിന്റെ കുറച്ച് റെസ്പോൺസ് ആൻഡ് കമ്മ്യൂണലിസം ഇന്ത്യ, സോഷ്യൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് കമ്മ്യൂണലിസം ഇൻ ഇന്ത്യ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് സെക്യുലറിസം എന്ന് പറയുന്നത്. എന്താണ് സെക്യുലറൈസേഷൻ, സെക്യുലറിസം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്? സെക്യുലറൈസേഷൻ എന്ന് പറയുമ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ഇതിനൊരു ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് സെക്യുലറൈസേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു സെക്യുലറൈസേഷൻ വിത്തിൻ ദ റിലിജൻ, റിലിജന്റെ ഉള്ളിലെ സെക്യുലറൈസേഷൻ അതൊരു വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ സേക്രഡ് ആൻഡ് സെക്യുലർ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, മീൻസ് സെക്യുലറൈസേഷൻ പ്രോസസ്സിൽ സേക്രഡ് എന്താണ്, സെക്യുലർ എന്താണെന്നുള്ള ഒരു ഐഡിയയുടെ ഡിഫറൻസ്. ചർച്ചും സ്റ്റേറ്റും, അതായത് ചർച്ച് എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള കാര്യം, അത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെക്യുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് രണ്ടും ഈ കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെക്യുലർ കൺട്രിയാണ്. റിലിജിയന് വലിയ ഇൻഫ്ലുവൻസ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം റിലിജിയന് നമ്മുടെ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശങ്ങളൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ അല്ല. ഇപ്പൊ റീസെന്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി. ബട്ട് ഇപ്പം പാകിസ്ഥാനൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ എന്താണ്, റിലിജിയനും പൊളിറ്റിക്സിൽ ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ട്. മീൻസ് അവരുടെ ലോ അനുസരിച്ച് അത് ഓക്കെ ആണ്. ഇപ്പം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലൊക്കെ ആണെങ്കിലും അവർക്ക് ലോ റിലിജൻ എന്ന് പറയുന്നത് പൊളിറ്റിക്സിലും ഇൻക്ലൂഡഡ് ആക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. അതിന്റെ ഒരു കാര്യങ്ങളാണ് സെക്യുലറിസത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണെങ്കിലും റെനസ, സയൻസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, റിഫോർമേഷൻ, സെക്യുലറൈസേഷൻ ഇൻ കണ്ടംപററി വേൾഡ്, പിന്നെ സെക്യുലറിസം ഇൻ ഇന്ത്യ, ഇന്ത്യൻ സെക്യുലറിസം, ഇന്ത്യയിൽ എന്താണ് സെക്യുലറിസം കൊണ്ട് മീൻ ചെയ്യുന്നത്, അതിന്റെ കോൺസെപ്റ്റ്, ഐഡിയോളജീസ്, ഇതൊക്കെയായിരിക്കും മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് സെക്യുലറിസത്തിൽ വരുന്നത്. സോ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ തീംസ് ബേസ് ചെയ്തിട്ട് 5 ബ്ലോക്സ് പറയുന്നുണ്ട്. അതായത് പ്ലൂറൽ സൊസൈറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പറയുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ ഐഡന്റിറ്റീസ്, പിന്നെ വരുന്ന ഈ കമ്മ്യൂണലിസം, സെക്യുലർ, സ്റ്റേറ്റ്, പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി, ഇങ്ങനെ ഓരോ ഇതായിട്ട് 5 തീംസ് ബേസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഐഡന്റിറ്റീസ്, റോൾ ഓഫ് സ്റ്റേറ്റ് ആൻഡ് റിലിജന്, പിന്നെ സോഷ്യൽ സ്ട്രക്ചേഴ്സ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ബ്ലോക്സ് എന്ന് പറയുന്നത്. സോ പ്ലൂറൽ റൂട്ട്സിൽ നിന്നും സോഷ്യൽ സ്ട്രക്ചർ, അതിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഐഡന്റിറ്റീസ്, റോൾ ഓഫ് സ്റ്റേറ്റ് ആൻഡ് റിലിജൻ, ഇതിനെ ബേസ് ചെയ്തിട്ട് 12 ഇൻഡെപ്ത് ആയിട്ടുള്ള യൂണിറ്റ്സ് വരുന്നുണ്ട്. എന്താണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് മനസ്സിലാക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റുന്ന ഒരു 12 യൂണിറ്റ്സ് ആണ്. ബേസിക് നോളജ്, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മുകളിലോട്ട് പോകാൻ പറ്റൂ. അപ്പം ഈ ഒരു 12 യൂണിറ്റ്സിലൂടെ എന്തായാലും നമുക്ക് ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഇത്രയാണ് ഈ ഒരു യൂണിറ്റ്. താങ്ക് യു.